Hi students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങളാണ്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ പറഞ്ഞു ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൊല്യൂഷൻ കാണുന്നത്. സോ ഏതൊരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എടുത്താലും നമുക്ക് three type of solutions possible. Three type of solutions. ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഓക്കെ, നമുക്ക് മനസ്സിലാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതൂ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് 3 ടൈപ്പ് സൊല്യൂഷൻസ് കിട്ടുക. അതിൽ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സംടൈംസ് യൂണീക് സൊല്യൂഷൻ ഓർ വൺ സൊല്യൂഷൻ. ഓക്കെ, യൂണീക് സൊല്യൂഷൻ ഓർ വൺ സൊല്യൂഷൻ. ചില സമയത്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര സൊല്യൂഷൻ കിട്ടുക? ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, എന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം. സംടൈംസ് ഇതാണ് ഒരു കേസ്. ദ സെക്കൻഡ് വൺ സൊല്യൂഷൻ. ചില സമയത്ത് നമുക്ക് ഒരു സൊല്യൂഷൻ അല്ല മെനി സൊല്യൂഷൻസ് കിട്ടും. മെനി സൊല്യൂഷൻസ് ഇതാണ് മെനി സൊല്യൂഷൻസ് കിട്ടും. ചില സമയത്ത് നോ സൊല്യൂഷൻ. ഈ 3 സൊല്യൂഷൻസും പോസിബിൾ ആണ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ സൊല്യൂഷൻ ഓർ യുണീക് സൊല്യൂഷൻ. ദ സെക്കൻഡ് വൺ മെനി സൊല്യൂഷൻ ഓർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ദാറ്റ് വൺ നോ സൊല്യൂഷൻ. ഈ 3 കേസും നമ്മുടെ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പൊ യൂണീക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഇതൊരു ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണീക് സൊല്യൂഷൻ ഓർ വൺ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ the lines are intersecting each other. The lines are intersecting each other. The lines are intersecting each other. പരസ്പരം എന്ത് ചെയ്യും? ഈ ക്രോസ് ഇന്റർസെക്റ്റ്. ഇപ്പൊ നോക്കട്ടെ, ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടോ? ജസ്റ്റ് ഇവിടെ ഉണ്ടോ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടോ? എ എന്ന് പറയുന്ന പോയിന്റിൽ 2 ലൈൻസും ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാവാം, ഒന്നല്ലെങ്കിൽ അത് എക്സ് ആക്സിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 2 ലൈൻസ് നമ്മൾ കൂട്ടിമുട്ടണം അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യണം. ആ പോയിന്റ് അങ്ങനെയാണ് ഗ്രാഫ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ? യൂണീക് സൊല്യൂഷൻ ആയിരിക്കും, വൺ സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷൻ ഏതായിരിക്കും? ആ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അണ്ടർസ്റ്റുഡ്? അതാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കിട്ടിയ നമുക്ക് യൂണീക് സൊല്യൂഷനെ കിട്ടിയത്. കാരണം ആ ലൈൻസുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യും. ഇനി സംടൈംസ് നമുക്ക് ഗ്രാഫ് വരക്കുമ്പോൾ എങ്ങനെ കിട്ടും? നമ്മളൊരു ഗ്രാഫ് ആണെന്ന് വിചാരിക്കും, ഇതൊരു ഗ്രാഫാണ്. നമുക്ക് അതിലൊരു ലൈൻ കിട്ടി. എങ്ങനെ ഒരു ലൈൻ കിട്ടിയെന്ന് വിചാരിക്കും, ഫസ്റ്റ് ലൈൻ. ഇതിന്റെ മുകളിൽ നമ്മൾ അടുത്തൊരു ലൈൻ വരച്ചപ്പോഴും അടുത്ത 2 പോയിന്റ്സ് ആണ് ഇതിന്റെ മുകളിലൂടെ തന്നെ, ഇതിന്റെ കറക്റ്റ് മുകളിലൂടെ കേട്ടോ, കറക്റ്റ് മുകളിലൂടെ അങ്ങോട്ടും മാറില്ല, കറക്റ്റ്. അതൊരു ലൈനിന്റെ മുകളിൽ മറ്റൊരു ലൈൻ. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ദ ലൈൻസ് ആർ കോയിൻസൈഡ്. കോയിൻസിഡന്റ് ലൈൻസ്. അതായത് ഒരു ലൈൻസിന്റെ മുകളിൽ ഒരു ലൈൻ. അപ്പൊ എന്താ മെനി സൊല്യൂഷൻ ആണ്. ആ മെനി സൊല്യൂഷന്റെ റീസൺ വെച്ച് നോക്കണം. ഒരു ലൈനിന്, അതായത് ആക്ച്വലി അത് രണ്ടും സെയിം ലൈനാണ്. ഓക്കെ, എക്സാക്ട്ലി സെയിം ലൈനാണ്. അതിനാണ് കോയിൻസിഡന്റ് ലൈൻസ്. മെനി സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ? കോയിൻസിഡന്റ് ലൈൻസ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ നോ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലൈൻസ് ആർ പാരലൽ. ആയിരിക്കും. ലൈൻസ് എന്തായിരിക്കും? ലൈൻസ് ആർ പാരലൽ. നമുക്ക് 2 ലൈൻസ് വരക്കുമ്പോൾ നമുക്ക് പാരലൽ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെന്താ? നോ സൊല്യൂഷൻ. അതിനെന്തുണ്ടാവില്ല? സൊല്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കേസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് വൺ സൊല്യൂഷൻ ആണോ, മെനി സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ, അടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് വെച്ച് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ഇനി നമുക്ക് ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റേഷ്യോ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൺ സൊല്യൂഷൻ ആണോ, മെനി സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ ഫൈൻഡ് ചെയ്യാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എ എക്സ് പ്ലസ് ഓക്കെ എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. ഓക്കെ അപ്പൊ നമ്മുടെ എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്ത് ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ. ഓക്കെ അപ്പൊ നമുക്ക് ലെറ്റ് അസ്യൂം 2 ലീനിയർ ഇക്വേഷൻസ് വേണമല്ലോ നമുക്കത് സോൾവ് ചെയ്യണമെങ്കിൽ. സോ ലെറ്റ് അസ്യൂം ഞാൻ അസ്യൂം ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ഞാൻ ജനറൽ ആയിട്ട് എടുക്കണം. ഫസ്റ്റ് ലീനിയർ ഇക്വേഷനെ ഞാൻ a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ. സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0. ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് a1x b1y plus c1 is equal to 0, a2x plus b2y is equal plus c2 is equal to 0. ഓക്കെ അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്മൾ ഗ്രാഫ് ഒന്നും വരക്കാതെ തന്നെ നമുക്ക് ഡയറക്ട്ലി ഇവർ തമ്മിലുള്ള റേഷ്യോസ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവര് വൺ സൊല്യൂഷൻ ആണോ മെനി സൊല്യൂഷൻ ആണോ നോ സൊല്യൂഷൻ ആണോ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇക്വേഷൻ നോക്കുക. ഇപ്പോ യുണീക്ക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 അതാണ് കണ്ടീഷൻ. യുണീക്ക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. കാണുന്നുണ്ടോ? ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് a1 by a2 നോട്ട് ഈക്വൽ ടു ആർ ദ b1 by 2. വാട്ട് ഈസ് a1? കോഎഫിഷ്യന്റ് ഓഫ് x ഇക്വേഷൻ 1 x. What is a2? Coefficient of x in equation 2. What is b1? Coefficient of y in equation 1. What is b2? Coefficient of y in equation 2. അതാണ് എന്തോ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും അവർ തമ്മിലുള്ള റേഷ്യോസ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവർ തമ്മിലുള്ള റിലേഷൻ. ഇനി മെനി സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആയിരിക്കും. ഓക്കെ a1 by a2 equal to b1 by b2 equal to c1 by c2. ഇതാണ് മെനി സൊല്യൂഷൻ ആണെങ്കിൽ അവർ തമ്മിലുള്ള എന്താ പറയുക റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോസ്. ഓക്കെ അണ്ടർസ്റ്റുഡ് ആണോ? ഓക്കെ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എക്സസൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് വൺ നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ a1 by a2 equal to b1 by b2 ആണ്, but not equal to c1 by c2. Not equal to c1 by c2. Not equal to c1 by c2. കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ 3 type of solution. ഓക്കെ ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്റർസെക്റ്റ് കോഇൻസിഡന്റ് ലൈൻസ്, ദ ലാസ്റ്റ് വൺ പാരലൽസ്. ഓക്കെ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിക് സൊല്യൂഷൻ, പാരലൽ ആണെന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ, ദ മെനി സൊല്യൂഷൻ വെൻ ദ ലൈൻസ് ആർ കോഇൻസിഡന്റ്. അതുപോലെ തന്നെ കണ്ടീഷൻ മനസ്സിലായോ? എപ്പോഴാണ് a1x plus b1y plus c1 is equal to 0 for the first equation. The second equation is a2x plus b2y plus c2 is equal to 0. Okay, this equation 2. ഇനി നേരത്തെ നമ്മൾ കൺസിസ്റ്റന്റ് എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ ഞാൻ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് കൺസിസ്റ്റന്റ് എന്നുള്ളത്? ഓക്കെ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഉണ്ടോ, സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺസിസ്റ്റന്റ് എന്ന് പറയും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, സൊല്യൂഷൻ ഉണ്ടായാൽ മതി എന്ന് പറയും കൺസിസ്റ്റന്റ് എന്ന് പറയും. അപ്പൊ നോക്കടാ വൺ സൊല്യൂഷൻ, അപ്പൊ സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? കൺസിസ്റ്റന്റ്. ഇവിടെ മെനി സൊല്യൂഷനിലോ സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ട്. സോ കൺസിസ്റ്റന്റ്. അപ്പൊ സിംപ്ലി കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ഇൻകൺസിസ്റ്റന്റ്. നമ്മളെന്ത് പറയും? ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് എന്നും, സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. പക്ഷെ ഇനി ഇപ്പൊ നോക്കാം, അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, വൺ സൊല്യൂഷൻ ആണോ മെനി സൊല്യൂഷൻ ആണോ നമ്മൾ ഡിഫറെന്റ്, അത് തമ്മിലുള്ള ഡിഫറെന്റ് എന്താണ്? നമ്മൾ വൺ സൊല്യൂഷൻ ആണ് കൺസിസ്റ്റന്റ് പറയുള്ളൂ, പക്ഷെ മെനി സൊല്യൂഷൻ കൺസിസ്റ്റന്റ് ആൻഡ് നമ്മൾ അവിടെ ഒരു ഇതൂടെ യൂസ് ചെയ്യും, ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഡിപ്പെൻഡന്റ്. ഓക്കെ നമ്മുടെ പറയും മെനി സൊല്യൂഷൻ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് എന്ന് പറയും.
ഓക്കെ. ഇപ്പൊ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് എന്ന് പറയും, സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. മെനി സൊല്യൂഷൻ ആണ് കൺസിസ്റ്റന്റ് ആൻഡ് ഡിപ്പെൻഡന്റ്. ഇപ്പൊ നേരത്തെ കണ്ട് കൺസിസ്റ്റന്റ് എന്താന്ന് മനസ്സിലായോ? അവർ ചോദിക്കുന്നത് ആക്ച്വലി കൺസിസ്റ്റന്റ് ആണെന്ന് ചോദിക്കുന്നത് എന്താ, നമ്മുടെ അത് സൊല്യൂഷൻ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അത്രയാണ് ചോദിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണോ? അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ നോക്കണം ഇവിടെ, ദ ലൈൻസ് ആർ ഇന്റർസെക്ട് ഇൻ എ സിംഗിൾ പോയിന്റ്. സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാണ്. ഇൻ ദ കേസ് ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് യുണീക് സൊല്യൂഷൻ. എത്ര സൊല്യൂഷൻ ഉണ്ടാവുക? യുണീക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് കൺസിസ്റ്റന്റ് പെയർ ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, the lines may be parallel. Sometimes എന്തായിരിക്കും പേര്. In the case of the equation have no solution, അപ്പോൾ എന്ത് പറയും? Inconsistent pair of equations എന്ന് പറയും. Okay, the lines may be coincident. ഈ coincident ആണെന്ന് വിചാരിക്കും, കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നു coincident ആണെന്നുണ്ടെങ്കിൽ the equation have infinitely many solutions. അപ്പോൾ നമ്മൾ പറയും dependent. ഡിപ്പെൻഡന്റും ആണ് കൺസിസ്റ്റന്റും ആണ്. ഓക്കെ, ഇനി നോക്കട്ടെ, താഴെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഇന്റർസെക്ട്. ഓക്കെ, ഇവര് ഇവിടെ ഇന്റർസെക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോയിൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ പാരലൽ. അത് അവർ ഏത് റിലേഷൻ നോക്കിയിട്ടാ? A1/A2 B1/B2 ആൻഡ് C1/C2 നോക്കിയിട്ടാ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ A1/A2. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട, ഞാനത് എക്സസൈസിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സസൈസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നോക്കടാ, A1/A2 കമ്പയർ ദ ഇക്വേഷൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കടാ, ഇപ്പൊ ഇന്റർസെക്റ്റിംഗ് ദ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആണെങ്കിൽ കണ്ടീഷൻ എന്താ? A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. ഓക്കെ, കോയിൻസിഡന്റ് ലൈൻസ് ആണെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ ദ ലൈൻസ് ആർ കോയിൻസിഡന്റ് ആയിരിക്കും. ഇവിടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഇവിടെ പാരലൽ ആയിരിക്കും. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? A1/A2 is equal to B1/B2 is equal to C1/C2. Okay, the lines are parallel ആവുമ്പോൾ ലാസ്റ്റ് മാത്രം A1/A2 is equal to B1/B2 not equal to C1/2. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എല്ലാം തന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഈ ടേബിളിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാം, അതായത് x-2y. ഓക്കെ, ഇത് രണ്ടാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് എടുക്കുക, x-2y is equal to 0, x plus 4y is minus 20 is equal to 0. ഓക്കെ, രണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് A1/A2 അല്ലേ? ഫസ്റ്റ് A1, ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഇതിന് ഇക്വേഷൻ 1ഉം ഫസ്റ്റത്തിന് ഇക്വേഷൻ 1എന്നും രണ്ടാമത്തെ ഇക്വേഷൻ 2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് A1? A1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സിന്റെ കോയിഫിഷ്യന്റ് ഇൻ ഇക്വേഷൻ 1, അങ്ങനെ വെച്ചാൽ 1 അല്ലേ? ഓക്കെ, അപ്പൊ A1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ A1/A2 എന്ത് വരും? 1/3 വരും. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 3 ആണ്, സോ 1/3. രണ്ടാമത്തെ B1/B2. B2 എന്താ? -2. വെറും 2 അല്ല, മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കൊടുക്കണം. -2 B1 എന്ന് പറഞ്ഞാൽ. B2 എന്ന് പറഞ്ഞാലോ 4. ഇവിടെ +4 ആണ്, സോ 4 എന്ന് മാത്രം എഴുതിയാൽ മതി. ദ ലാസ്റ്റ് വൺ C1/C2. C1/C2 പറഞ്ഞാൽ ഇവിടെ C1 എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നോക്കണം, ഫസ്റ്റ് ഇക്വേഷനിൽ C ഉണ്ടോ? അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടോ? C എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, സോ C ഇല്ല. C ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 0 ആയിട്ട് C. അപ്പൊ 0/-20. ഇവിടെ -20 ആണ് രണ്ടാമത്തേൽ C2. ഓക്കെ, അവിടെ നോക്കണം, ഇവിടെ A1/A2 നോട്ട് ഈക്വൽ ടു അല്ലെ, A1/3 നോട്ട് ഈക്വൽ ടു -1/2 ആണ്. ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ -1/2 എന്ന് വരും. നോട്ട് ഈക്വൽ ടു ആണ്, സോ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആണ്. ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഓക്കെ, ഇക്വേഷൻ രണ്ടാമത്തെ എങ്ങനെയാണ് കോയിൻസിഡന്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തിലും A1/A2 ഉണ്ട്, എത്ര കിട്ടി? 2/4 കിട്ടി. രണ്ടാമത്തിൽ 3/6 കിട്ടി. ഓക്കെ, ഇവിടെ 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. 3/6 എന്ന് പറഞ്ഞാലും എന്താ? 1/2 ആണ്. സോ 2/4 is equal to 3/6 അല്ലേ? ആണ്. സോ A1/A2 is equal to 0. അതുപോലെ തന്നെ -18 എന്ന് പറഞ്ഞാൽ മൈനസും ക്യാൻസൽ ആവും. 9/18 എന്ന് പറഞ്ഞാൽ 9/18 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. അപ്പൊ നോക്കടാ, A1/A2 is equal to B1/B2 is equal to C1/C2. മൂന്നും ഈക്വൽ ആണ്.
മനസ്സിലായി? നമ്പേഴ്സിൽ ഈക്വൽ എങ്കിൽ ആ ഫ്രാക്ഷൻ 3 ഈക്വലാ. 2/4 എന്ന് പറഞ്ഞാലും 3/6 എന്ന് പറഞ്ഞാലും -9/-80 എന്ന് പറഞ്ഞാലും ഒക്കെ 1/2 ആണ്. Okay, so coincident the lines. Okay, lines in the coincident infinitely many solutions. Understood? Okay, that is the second one. The third one, x plus 2y minus 4 is equal to 0. 2x plus 4y minus 12 is equal to 0. a1 by a2 on minus 2, 1 by 2, the b1 by b2, 2 by 4, അതുപോലെ തന്നെ minus 4 by minus 12. ഇപ്പോൾ നോക്കുക a1 by a2 രണ്ടും ഈക്വൽ ആണ്. കാരണം ഇത് എന്തുവാ 1/2 2/4 എന്ന് പറഞ്ഞാലും എന്താ 2/4 എന്ന് പറഞ്ഞാലും ഈക്വൽ ടു അല്ലെ 2/4 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. പക്ഷേ ഈ -4/-12 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്താ മൈനസും ക്യാൻസൽ ആവും. 4/12 എന്ന് പറഞ്ഞാൽ എന്താ 1/3 ആണ്. അത് നോട്ട് ഈക്വൽ ആണ്. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ എന്താ a1 by a2 ഈക്വൽ ടു b1 by b2 ബട്ട് നോട്ട് ഈക്വൽ ടു c1 by c2. സോ ദ ലൈൻസ് ആർ പാരലൽ, നോ സൊല്യൂഷൻ. ലൈൻസ് പാരലൽ ആണ്, നോ സൊല്യൂഷൻ. അങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് ഫൈൻഡ് ചെയ്യുന്നത്. അവരിവിടെ വീണ്ടും a1 by a2 ഇന്റർസെക്റ്റിംഗ് കോയിൻസിഡന്റ് ആൻഡ് പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആണ് ഇൻകൺസിസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാർട്ടിലും ഡിസ്കസ് ചെയ്തു. മെയിൻ ആയിട്ടും കൺസിസ്റ്റന്റ് 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇതെന്ന് പറയുന്നത് ഇനി നമുക്ക് വേറെ ഇപ്പൊ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് മാത്രമേ പഠിച്ചുള്ളൂ. ബാക്കിയുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ എക്സാമ്പിൾ 2 ഒന്ന് നോക്കണം. ഓക്കെ, ബാക്കി നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ 3 എക്സാമ്പിൾ ജസ്റ്റ് നോക്കിയാൽ മതി. എക്സാമ്പിൾ 3. ഓക്കെ, അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് എക്സസൈസ് 3.1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സസൈസ് 3.1 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, that's for today. See you.